ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവയാണ് നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഒന്നും ചേർക്കുന്നില്ല. നമ്മളിവിടെ ഡേറ്റ്സ് ഹൽവയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഒരുപാട് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഹൽവയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് എത്രത്തോളമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡേറ്റ്സ് എടുത്തിട്ട് നല്ലോണം ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അരച്ചിട്ട് അങ്ങനെയും ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് കുറച്ച് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ഡേറ്റ്സ് എൻ്റെ കയ്യിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ്സ് വെറുതെ സോക്ക് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അരച്ചെടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് ഹൽവ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ഡേറ്റ്സ് അരച്ചതാണ് ഇത്. അപ്പോൾ അത് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വാട്ടറൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് അബ്സോർവ് ചെയ്ത് ഒന്ന് ടൈറ്റായിട്ട് വരണം. ഇപ്പോൾ ദാ നല്ലതായിട്ട് തന്നെ തിക്കായി വന്നപ്പോഴത്തേനും അതിൻ്റെ കളറ് തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്, ഒരു ഡാർക്ക് കളറിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിത് കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും ഏകദേശം ഒരു ബ്ലാക്ക് കളറിലേക്ക് വരും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവർ മിക്സാണ്. അപ്പോൾ കോൺഫ്ലവർ മിക്സ് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, പിന്നെ ആ വെള്ളം കൂടെ നമുക്കിതിൽ തിക്കാക്കാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. അപ്പം അതൊന്ന് ലൂസാവുന്ന പരുവത്തിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഈ ഡേറ്റ്സിലേക്ക് ഒഴിച്ച് പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഈ ഒരു ഡേറ്റ്സും അതുപോലെ തന്നെ കോൺഫ്ലോറും കൂടെ നല്ലതായിട്ട് മിക്സായി എവിടെയും കട്ട പിടിക്കാണ്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഹൽവ ആകുമ്പോൾ അറിയാമല്ലോ, നമ്മളിതുപോലെ നല്ലതായിട്ട് തന്നെ ഇളക്കി നല്ലതായിട്ട് തിക്കാക്കി എടുക്കണം. പിന്നെ എന്നാൽ കൂടെ എല്ലാ ഹൽവയൊന്നും റെഡിയാക്കി എടുക്കണം, അത്രയും ടൈം വരുന്നില്ല കേട്ടോ ഈ ഒരു ഡേറ്റ്സ് ഹൽവ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്പം കാഷ്യൂ നട്ട്സ് കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമാണ്, അതും കൂടെ നമ്മൾ ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട്. ലാസ്റ്റ് അതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്ത എള്ള് അതും കൂടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കാണാനും ഭംഗിയായിരിക്കും, കഴിക്കുമ്പോഴും തന്നെ കുട്ടികൾക്കൊക്കെ നല്ലതുമാണ്. അപ്പം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടെ നല്ലതായിട്ട് തിക്കായിട്ട് ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവത്തിൽ ഒരു ബോൾ പരുവത്തിൽ ആയി കിട്ടണം. അതായത് നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ ഒരു ബോൾ പോലെ നമുക്ക് കിട്ടണം. ഇത് ആ പരുവത്തിൽ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമൊക്കെ പോയി നല്ല ഡ്രൈ ആയിട്ട് ഈ ഒരു ഷേപ്പിലേക്ക് മാറണം. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്കിത് നല്ലതായിട്ട് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തടവിയിട്ടുള്ള നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഞാനിവിടെ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തും കൂടെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഹൽവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഇങ്ങോട്ട് സെറ്റാവുന്ന പരുവത്തിൽ നമുക്ക് നല്ലതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ് കേട്ടോ. ഒരുപാട് നെയ്യൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മധുരമൊന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു ഡേറ്റ്സിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല മധുരമാണ് ഈ ഒരു ഹൽവ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ തന്നെ ആ ഒരു വെളുത്ത എള്ളൊക്കെ ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് തണുക്കും. ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. തണുക്കുന്നത് എപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് ഫുള്ളായിട്ട് തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്യുക കേട്ടോ. അപ്പോഴേ നമുക്ക് വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് നല്ലതായിട്ട് തന്നെ തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാ നല്ല ഭംഗിയുള്ള നമ്മുടെ നല്ല ബ്ലാക്ക് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇഷ്ടാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് നെയ്യൊക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഹൽവ റെഡിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അധികം നെയ്യ് ചേർത്തിട്ടില്ല. കോൺഫ്ലോർ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് സെറ്റായി കിട്ടില്ല. നല്ല വൃത്തിക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കണം. അതാണ് നമ്മൾ ബൈൻഡിങ്ങിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫ്ലോപ്പായി പോയി അത് കട്ടയായില്ല ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എടുത്ത് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. Thank you.